പ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ശ്രീചക്രം വീട്ടിൽ വെച്ച് സാധാരണ ഒരു ഭക്തന് പൂജിക്കാനായിട്ട് കഴിയുമോ, അല്ലെങ്കിൽ പൂജിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആദ്യം ശ്രീചക്രം എന്താണെന്ന് നോക്കാം. ശ്രീചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഒരു ജിയോമെട്രിക് രൂപമാണ്. അതിൽ മഹാദേവനും ശ്രീ പരമേശ്വരിയും ഒരുമിച്ച് കുടികൊള്ളുന്നു. ദേവദേവി സാന്നിധ്യങ്ങൾ ഒത്തുചേരുന്നതാണ് ശ്രീചക്രം. ശ്രീചക്രത്തിൽ പൂജിക്കപ്പെടുന്നത് ഏറ്റവും പ്രധാനമായും ഒരു സാധാരണ ഭക്തന് മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നുകൊണ്ടല്ല. ശ്രീചക്രത്തിന് അതിൻ്റേതായ വിധാനങ്ങളും കാര്യങ്ങളും പൂജാവിധികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റേതായ നിയതമായ ചട്ടവട്ടങ്ങളുണ്ട്. അവ ഏറ്റവും പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീചക്രത്തെക്കുറിച്ച് അറിയേണ്ടതും പഠിക്കേണ്ടതും എല്ലാ കാര്യങ്ങളും അത് തയ്യാറാക്കി തരേണ്ടതും ഏറ്റവും സംശുദ്ധനായ ഒരു ഗുരുവിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കാര്യമാണ്. ഏറ്റവും സാത്വികനായ ഗുരുവിൽ നിന്ന് ഈ ഒരു ഉപദേശം കിട്ടുമ്പോൾ അതിനനുസരിച്ച് എന്താണോ ആ ഗുരു പറയുന്നത്, ഏത് വിധാനത്തിലാണോ പൂജകൾ പറയുന്നത്, എത്ര നാളുകൾ കൂടുമ്പോഴാണോ, അതോ അത് 15 ദിവസം കൂടുമ്പോഴാണോ, മാസത്തിലാണോ, വർഷത്തിലാണോ, ഏത് തരത്തിലാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആണ് അതിൽ പൂജ ചെയ്യേണ്ടത്. ഒപ്പം അതിൻ്റെ വിധാനങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ ബാക്കി ചട്ടവട്ടങ്ങൾ എന്ന് പറയുന്നത് ആ ഗുരുമുഖത്തുനിന്ന് കേട്ട് മനസ്സിലാക്കേണ്ടതും അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ടതുമാണ്. അതായത് ഒരു ബുക്കിൽ നിന്നോ ഓൺലൈനിൽ നിന്നോ ഒന്നും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട കാര്യമല്ല എന്ന് വളരെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ കടയിൽ കാണുന്ന ഒരു ശ്രീചക്രത്തെ വാങ്ങിച്ച് അത് പൂജ ചെയ്ത് ശുദ്ധീകരിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് അതിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. നമ്മൾ എടുത്താൽ പൊങ്ങാത്ത വലിയൊരു വിഷയമാണ് കൊണ്ടുവയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരു സാധാരണ ഭക്തന് അതിൻ്റെ ആവശ്യമില്ല. അവൻ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ ദേവിയെ അറിഞ്ഞ് വിളിക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നു, ഒരു വീട്ടിൽ ഒരു സാധാരണ ഭക്തൻ ഒരിക്കലും ശ്രീചക്രത്തെ പൂജ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഗുണത്തെക്കാളേറെ ദൂഷ്യമാണ് വരിക. അതിന്